ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഇരുമ്പൻ പുളി വെച്ചിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഇരുമ്പൻ പുളി നന്നായിട്ട് ഉണക്കിയെടുത്തതാണ് നമ്മൾ അച്ചാറിനായിട്ട് എടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണിത്. അപ്പം ഇത് ഏകദേശം 1 വർഷം പഴക്കമുണ്ട് ഈ ഒരു ഇരുമ്പൻ പുളിക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളെടുക്കുന്ന ഈ ഒരു ഇരുമ്പൻ പുളി ഒരുപാടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമൊന്നും ഒഴിച്ച് കുതിർക്കുന്നില്ല. അത്യാവശ്യം സോഫ്റ്റായിട്ടുള്ള പുളിയാണിത്. അപ്പം നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 4-5 പച്ചമുളകുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ചധികം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പൊടികളായിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി എരിവുള്ള മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കായം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കണം. നമ്മൾ എടുത്തിട്ടുള്ള പുളിയിൽ ഉപ്പ് ചേർത്താണ് ഉണക്കി എടുത്തിട്ടുള്ളത്. അപ്പം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്കൊരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വെള്ളം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പുളി അച്ചാറിൻ്റെ ആ ഒരു പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസായിട്ട് കിട്ടാനായിട്ടാണ് ചേർക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണേലും ചേർത്ത് കൊടുക്കാം. വെള്ളമെല്ലാം നന്നായി തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു വെള്ളത്തിൽ നന്നായി തന്നെ ഒന്ന് പുളി കുക്കായി കിട്ടണം. നന്നായി ഒന്ന് കുക്കായി അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്കാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറെല്ലാം ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സാക്കി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുളി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഒരുപാട് നാൾ കേടുകൂടാണ്ട് വെക്കാനും പറ്റും. നല്ല ഡ്രൈ ആയിട്ടുള്ള
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് ഈ ഒരു ഇരുമ്പൻ പുളി ഉണക്കിയത് വെച്ചിട്ട് തയ്യാറാക്കിയത്. അപ്പോൾ നിങ്ങൾ ഇതുവരേക്കും ഇങ്ങനെ ഇരുമ്പൻ പുളി ഉണക്കി അച്ചാർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇരിക്കും തോറും നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഈ ഒരു അച്ചാർ കിട്ടുന്നത്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.